പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനായി അന്താരാഷ്ട്ര സമൂഹം അതീവ ജാഗ്രതയോടെ നടത്തിവന്ന നിർണായകമായ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. മേഖലയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയുടെ പിന്തുണയോടെ മുന്നോട്ട് വെച്ച 48 മണിക്കൂർ നേരത്തെ അടിയന്തര വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ ഔദ്യോഗികമായി നിരസിച്ചതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മൂന്നാം കക്ഷി മധ്യസ്ഥൻ വഴി കൈമാറിയ ഈ സമാധാന ഉടമ്പടി തള്ളിക്കളഞ്ഞതിലൂടെ നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്ര ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറല്ലെന്ന കർക്കശമായ സന്ദേശമാണ് തെഹ്റാൻ നൽകുന്നത്. വരും മണിക്കൂറുകളിൽ മേഖലയിലെ പോരാട്ടം കൂടുതൽ രൂക്ഷമാകുമെന്നും നിയന്ത്രണാതീതമാകുമെന്നുമുള്ള ഭീതിയാണ് ഈ തീരുമാനം ലോകമെമ്പാടും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയവിനിമയ വിടവ് പരിഹരിക്കാനാകാത്ത വിധം വർദ്ധിച്ചത് സമാധാനത്തിനുള്ള വാതിലുകൾ ഏകദേശം പൊട്ടിയടയ്ക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രകോപനപരമായ നിലപാടിനോട് അതീവ ഗൗരവത്തോടും രൂക്ഷമായ ഭാഷയിലുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണപ്പാടങ്ങളെയും മറ്റ് പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ സൈനിക മുന്നറിയിപ്പുകൾ ട്രംപ് പുറപ്പെടുവിപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ തന്ത്രപരമായ സൈനിക ലക്ഷ്യങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഓരോ നീക്കത്തിനും 10 ഇരട്ടി ശക്തിയിൽ തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ട്രംപിന്റെ ഈ ഭീഷണി നിലവിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചർച്ചകൾക്ക് പകരം സൈനിക ശക്തിയിലൂടെയും ഉപരോധങ്ങളിലൂടെയും പ്രശ്നം പരിഹരിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്ന ആരോപണം ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി. മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിശക്തമായ വ്യോമാക്രമണങ്ങളും ഡ്രോൺ വിന്യാസങ്ങളും മിസൈൽ വർഷങ്ങളും ഒരു വൻകിട യുദ്ധത്തിന്റെ വ്യക്തമായ സൂചനകളാണെന്ന് പ്രതിരോധ വിദഗ്ധർ ഭയപ്പെടുന്നുണ്ട്. ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സഖ്യകക്ഷികളുടെ നഗരങ്ങളെ ലക്ഷ്യം വെക്കുമ്പോൾ മറുപടിയായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും ആണവ നിലയങ്ങൾക്കും നേരെ അമേരിക്കയും സഖ്യസേനയും മാരകമായ ആക്രമണങ്ങളാണ് നടത്തുന്നത്. ഈ പ്രത്യാക്രമണങ്ങളുടെ പരമ്പര ഒരു ചങ്ങല പോലെ തുടരുന്നത് നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കാത്ത അവസ്ഥയാണ്. ഇത് പശ്ചിമേഷ്യയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രാദേശിക യുദ്ധമായി മാറാൻ ഇനി അധിക സമയം വേണ്ടിവരില്ല. ലോകത്തെ പ്രധാന എണ്ണ വിതരണ പാതകൾ തടസ്സപ്പെടുന്നത് ആഗോള എണ്ണ വിപണിയെയും അതുവഴി ലോക സമ്പദ് വ്യവസ്ഥയെയും തകിടം മറിക്കുമെന്നതിനാൽ വൻ ശക്തി രാഷ്ട്രങ്ങൾ അതീവ ജാഗ്രതയിലാണ്. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെയും മറ്റു മധ്യസ്ഥ രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും അതിനുള്ള അവസരങ്ങൾ ഓരോ നിമിഷവും അതിവേഗം ഇല്ലാതാക്കുകയാണ്. വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയതോടെ ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നും അത് എത്രത്തോളം വിനാശകരമായിരിക്കുമെന്നും ലോകം ഉറ്റുനോക്കുന്നു. സൈനികമായ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് പുറമെ സൈബർ യുദ്ധമുറകളും സമുദ്രപാതകളിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. സമാധാനത്തിനായുള്ള അവസാന പ്രതീക്ഷകളും അസ്തമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരുപക്ഷവും വിവേകപൂർണമായ ഒരു പിന്മാറ്റത്തിന് തയ്യാറായില്ലെങ്കിൽ മനുഷ്യരാശിയെ തന്നെ ബാധിക്കുന്ന വലിയൊരു ആഗോള പ്രതിസന്ധിക്കാകും പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുക. വരും ദിവസങ്ങളിലെ ഓരോ നീക്കവും ലോകരാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ എന്നേക്കുമായി മാറ്റാൻ ശേഷിയുള്ളതാണ്.